അള്ളാഹു ഖുർആൻ പഠിപ്പിച്ചല്ലോ, പിശാചിന്റെ ശബ്ദം പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ അതിലുണ്ട്. അവരെ മുന്നിലൂടെയും പിന്നിലൂടെയും വലത്തും ഒക്കെ ഞാൻ ചെല്ലും. ഷാക്കിരീൻ എന്ന് പറഞ്ഞു സൂറത്തുൽ അറാഫിൽ ആയത്ത്. അപ്പൊ ആ കാവൽ കൂടി ഇതിലുണ്ട്. ശൈത്താനിയായ ശബ്ദം വരാം, ഞാൻ അല്ലാത്ത എന്ത് മുസീബത്തും ഏത് വിപത്തും എല്ലാത്തിനും ഉള്ളൊരു കാവൽ. അതാണ് അല്ലാഹു മഹ്ഫദ്നി എന്ന് പറഞ്ഞിട്ട് ഈ 4 ഭാഗം പറഞ്ഞതിൽ ആ ആയത്തിൽ പറഞ്ഞ ആശയം അതിൽ ഉണ്ട്. അതിൻ്റെ വ്യാഖ്യാനത്തിലൊക്കെ സൂചിപ്പിക്കപ്പെട്ടു പോകുന്നുമുണ്ട്. അല്ലാഹു അഅലം. അപ്പോൾ 5 പോയിന്റാണ് താഴെ ഈ ഹദീസിന്റെ പാഠമായി നൽകിയിട്ടുള്ളത്. 1, പ്രഭാത പ്രദോഷങ്ങളിലെ കീർത്തനങ്ങൾ നാം സഗൗരവം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇത് ഉപേക്ഷിക്കാറില്ല എന്ന് പ്രത്യേകം പറഞ്ഞല്ലോ. 2, സൗഖ്യവും സമാധാനവും അള്ളാഹുവിനോടാണ് തേടേണ്ടത്. ആഫിയത്ത് തരാൻ പറയാക്കും കഴിയില്ല. റബ്ബാണ് അഫും ആഫിയത്തും ഒക്കെ നൽകുന്നവൻ. ദീനും ദുനിയാവും അള്ളാഹുവിനോട് തന്നെയാണ് ചോദിക്കേണ്ടത്. കാരണം ഫീ ദീനി വദുന്യായ രണ്ടും പറഞ്ഞു. അപ്പൊ രണ്ടിനും നമ്മൾ റാഹത്തും ആഫിയത്തും തേടേണ്ടത് റബ്ബിനോട് തന്നെയാണ്. രഹസ്യങ്ങൾ മറച്ചു വെക്കാനും ഭയം നീങ്ങാനും അള്ളാഹുവിന്റെ സഹായമാണ് പ്രധാനം. റബ്ബ് മറച്ചു വെച്ചെങ്കിലേ ഇതൊക്കെ മറയുള്ളൂ. ഒരു അഴിബ്, ഒരു പോരായ്മ പടച്ച റബ്ബ് അത് മറച്ചു വെച്ചെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് മറഞ്ഞു നിൽക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എത്ര മറച്ചാലും അല്ലാഹ് അത് പരസ്യപ്പെടുത്തി നമ്മൾ വഷളാക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ എങ്ങനെ മറച്ചിട്ടും കാര്യമില്ല, അത് പുറത്ത് വരിക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത്, പിന്നെ അല്ലാഹ് മറച്ചു വെച്ച സംഗതിയെ പരസ്യപ്പെടുത്തൽ വലിയ ഗൗരവമായി പഠിപ്പിച്ചു. എല്ലാവർക്കും അല്ലാഹ് പുറത്തു കൊടുക്കും. ഇല്ലൽ മുഹാജിർ ഇല്ലൽ പിന്നെ എന്താണ് ആ പ്രയോഗം ഉണ്ടല്ലോ, അത് ഇത് വെളിവാക്കുന്ന ആളുകൾ അവർക്കല്ലാതെ ബാക്കി എല്ലാവർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കും. അപ്പൊ എന്താണ്, ആരാണെന്ന് വെച്ചാൽ പറഞ്ഞാണ് അല്ലാഹ് മറച്ചു വെക്കുന്നു, അവൻ രാത്രി തെറ്റ് ചെയ്തു. വഖദ് ബാത യസ്തുറുഹു റബ്ബുഹു, റബ്ബത് മറച്ചു വെച്ചിട്ടുണ്ട്. മുജാഹിർ ഇല്ലൽ മുജാഹിരീൻ, ജഹറാക്കുന്ന ആളുകൾ ഇതിനെ പരസ്യപ്പെടുത്തും. അപ്പോൾ രാത്രി തെറ്റ് ചെയ്തു, പക്ഷെ ഒറ്റക്കുട്ടി അറിഞ്ഞില്ല, അല്ലാഹ് അവനത് മറച്ചു വെച്ചു. പിന്നെ ഓൻ പോയിട്ട് മനുഷ്യന്മാർ പറയാം ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ എങ്ങനെ ചെയ്തു എന്ന് ഓനെ പോയിട്ട് പറയാം. അത്തരക്കാർക്ക് ഒഴികെ ബാക്കിയെല്ലാം അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് വരെ ഹദീസിലുണ്ട്. അപ്പൊ പടച്ച റബ്ബ് ഒരു അടിമയെ തെറ്റ് ചെയ്തതിന്റെ പേരിൽ ഒരു വിധമൊന്നും വഷളാക്കൂല. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ, തിന്മകളെ പരസ്യപ്പെടുത്തൽ അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. അതൊക്കെ വേറെ, അത് സ്പെഷ്യൽ കേസിലാണ്. അതിൽ മാത്രമൊന്നുമല്ല, വെളിപ്പെടുത്താൻ പറ്റുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അത് അവിടുത്തെ ഇല്ലാമൻ ദുലിമാന്ന് പറഞ്ഞല്ലോ, ഒരു ചാൻസ് അതാണ്. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ ഇല്ലാമൻ ദുലിം. അപ്പൊ തിന്മകൾ പരസ്യപ്പെടുത്തുന്നത് അല്ലാഹ്ക്ക് ഇഷ്ടമില്ല. അത് ഒരുപാട് പ്രശ്നമുണ്ട്. പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഒന്ന് തിന്മയുടെ ഗൗരവം കുറയും, സമൂഹത്തിൽ തിന്മയ്ക്ക് ഗൗരവം കുറയും. പത്രമൊക്കെ വന്നതിന് ശേഷമുള്ള പ്രശ്നപ്പതാണ്, പത്രം മറിച്ചാൽ കുറേ കുറ്റകൃത്യങ്ങളാണ്. അത് കുറ്റകൃത്യങ്ങളെ പറ്റിയുള്ള ഗൗരവം തന്നെ സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒരു കൊലപാതകം അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ അതൊന്നും വലിയൊരു വാർത്തയെ അല്ലാതായി മാറി. അപ്പൊ തിന്മകൾ പരസ്യപ്പെടുത്തൽ അല്ലാഹ്ക്ക് ഇഷ്ടമില്ല. അത് സ്വന്തമാണെങ്കിലും അല്ലാത്തത് പരമാവധി മറച്ചു വെക്കുക വേണ്ടത്. അപ്പൊ പടച്ച റബ്ബ് മറച്ചു വെച്ചാൽ നമ്മളായിട്ട് പിന്നെ അത് പരസ്യപ്പെടുത്താൻ അല്ലാഹ് തൗബ ചെയ്യാം. അല്ലാതെ അത് നമ്മളിങ്ങനെ നാട്ടിൽ മുഴുവൻ നടന്ന് പറഞ്ഞ് ചെയ്യല്ല വേണ്ടത്. അത് നമ്മളതായാലും അല്ലാത്തവരായാലും. ഇപ്പം സോഷ്യൽ മീഡിയ കാലത്തൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരാൾക്ക് എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചു, അത് പിന്നെ ഞങ്ങളുടെ എല്ലാ ഗ്രൂപ്പൊക്കെ ഇട്ട് വേണ്ട വഷളാക്കുക, അതല്ല, അത് നല്ലൊരു ശീലമല്ല. പഠിച്ചോ പുറത്തു കൊടുക്കട്ടെ, നമ്മൾ പ്രാർത്ഥിക്കാം, പരമാവധി അത് മറച്ചു വെക്കുക. എന്നാൽ പറയേണ്ട സന്ദർഭങ്ങളിൽ പറയാം. ഇപ്പം കോടതിയിൽ സാക്ഷിക്കാൻ വിളിച്ചോളെ ആ കുറ്റകൃത്യം കണ്ട ഏക മനുഷ്യൻ നമ്മളാണ്, അതുകൊണ്ട് സാക്ഷിക്കണം. എന്താണ് വേറെ കുറെ ഹൈറതിലുണ്ട്. അതേപോലെ ഇപ്പോൾ വിവാഹാന്വേഷണം വന്നു, അപ്പം നമ്മൾ ചോദിച്ചു, അപ്പം അയാളെപ്പറ്റി ഒരു ചെറിയ പോലെ നമുക്ക് അറിയാം. അത് പറഞ്ഞു കൊടുക്കാതിരുന്നാൽ അയാൾ എന്ത് ചെയ്യും? നമ്മളയാൾക്ക് ഉഷാദ് പറഞ്ഞ് നമ്മളെ വാക്ക് കിട്ടി വിശ്വസിച്ചു, കല്യാണം കഴിഞ്ഞു, പിന്നെ കുറേ പ്രയാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അവിടെ വഷളാക്കിയതല്ല ഉദ്ദേശം, അവിടെ പറയാം ഇങ്ങനെ ചെറിയ വിഷയമുണ്ട്, അത് നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ ഓക്കെ, അത് നിങ്ങളൊന്ന് ഉറപ്പെടുത്തി കളി എന്ന് പറഞ്ഞാൽ നമ്മളത് അറിയിച്ചതായും ചെയ്തു. എന്നാൽ അത് ഒന്നാകെ പരസ്യപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. അത് അന്യാണ് വിവാഹം അന്വേഷിക്കുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് ഇയാൾക്ക് ഇങ്ങനെ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞ് ഗ്രൂപ്പ് ഇടണോ? അത് വേണ്ട, അത് ചെയ്യേണ്ട കാര്യം. അത് അയാളെ വഷളാക്കാൻ വേണ്ടിയാണ്. നേരെമറിച്ച് മറ്റൊരാളുടെ ഹക്ക് നഷ്ടപ്പെട്ടു പോകാൻ അവസരം കാണുമ്പോൾ അവിടെ നമ്മളത് സംരക്ഷിക്കാൻ ആവശ്യമായ പണി ചെയ്യുക എന്നത് ആവശ്യമാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമുക്കത് പറ്റും, അല്ലാത്തത് അത് പറ്റില്ല. അത് എല്ലാത്തിനും ഉണ്ടാവും. ഇപ്പം കളവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ചില സ്ഥലത്ത് കളവ് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. മസ്ലഹത്തിന് വേണ്ടി കളവ്, രണ്ടാൾ തമ്മിൽ നന്നാക്കാൻ വേണ്ടി കളവ് പറയാം, ഹദീസ് വന്ന കാര്യമാണ്. പിണങ്ങിക്കുന്നത് രണ്ടാൾ തമ്മിൽ നന്നാക്കാൻ വേണ്ടി കളവ് പറയാം, ഒരു തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്,
അപ്പം എന്ത് ചെയ്യാൻ പറ്റി എടാ എന്നെ പറ്റി ഓല എത്ര നന്നാക്കിയാ പറയണത്, ഇജാ വിചാരിച്ച പോലെ ഒന്നുമല്ല, ഹേയ് അതൊന്നും അല്ലടാ, ഓലിൻ്റെ ഭയങ്കര ഒന്നുമല്ല, ഇജാ വിചാരിച്ച പോലെയല്ല, വെറുതെ പറഞ്ഞേക്കാരം. പക്ഷെ അതോടുകൂടി ചിലപ്പോൾ നന്നാവും. അവിടെ ഹലാലാണ്, അവിടെ കളവ് പറയാം, എന്തായാലും ഒരു മസ്ലഹത്താണ് അവിടെ. അപ്പം അങ്ങനെ ചില രംഗത്തൊക്കെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഒരാൾ കൊല്ലാൻ ഒരുത്തം വരികയാണ്, നമ്മളെ പേരിൽ നിന്ന് അഭയം തേടി, അങ്ങനെ മറ്റോ ബാക്കിന്നു ഓമ്പെടുക്കുന്ന ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞ അവിടെ. കാരണം ഓരോ ജീവൻ രക്ഷപ്പെടുത്താനാണ്. അപ്പം അവിടെ ജീവനാണോ പ്രധാനം, അതല്ല ഈ നുണ പറയാണോ വലുത്? അവിടെ ജീവനാണ് വലുത്. അപ്പോൾ ആ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി അവിടെ കളവ് പറയാം. അങ്ങനെയൊക്കെ കളവ് അനുവദിക്കപ്പെട്ട ചില സന്ദർഭങ്ങൾ ഉണ്ട്. അതൊക്കെ പറഞ്ഞ മസ്ലഹത്തും മഫ്സത്തും വെച്ചുകൊണ്ടുള്ള ചില അടിസ്ഥാന തത്വങ്ങൾ അതിലൊക്കെ ഉണ്ട്. അല്ലാഹു അലം. എന്നാലും പഠിക്കുന്ന കാര്യങ്ങൾ പരമാവധി പാലിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.